എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹോളും ബെഡ്റൂമും ഒക്കെ ഈ കാണുന്ന രീതിയിലായിരിക്കും. തിരുമ്പാനായിട്ട് കുന്നുകൂടി കിടക്കുന്ന തുണികളായിരിക്കും ഒരു സൈഡിൽ ഉണ്ടാവുക. എന്നാൽ ഉണങ്ങിയിട്ട് മടക്കി വെക്കാനായിട്ടുള്ള ഒരു സൈഡിൽ മറ്റു തുണികളും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഓർണമെന്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെയധികം മെനക്കെട് പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ജനലുമലും കട്ടിലുമലും അങ്ങനെ വേണ്ടുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളുണ്ടാവും. ഇതൊക്കെ നുള്ളി പറക്കി അതാത് സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും മെനക്കേട് പിടിച്ചിട്ടുള്ള ഒരു പരിപാടി. എൻ്റെ മാത്രമല്ല, എന്നേക്കാൾ കൂടുതൽ കല്യാണിയുടെ സാധനങ്ങളാണ് അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുള്ളത്. എന്തായാലും ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് നുള്ളി പറക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് വെക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ബോക്സസും അതുപോലെ തന്നെ വളയൊക്കെ ഹാങ് ചെയ്തിടാനുള്ള ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും ആദ്യം തന്നെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നാലാണ് നമുക്ക് അടുത്ത ഫംഗ്ഷൻ വരുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ കേട്ടോ. വളകൾ ഹാങ് ചെയ്യുന്ന ഈ ഒരു സ്റ്റാൻഡും അതുപോലെ തന്നെ ചെറിയ ഒരു കുട്ടി ഓർഗനൈസർ ബോക്സും ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഓഫർ റേറ്റിലാണ് ഞാൻ ഇത് രണ്ടും പർച്ചേസ് ചെയ്തത് കേട്ടോ. ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വളയൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ സ്റ്റാൻഡിലിടാം. അപ്പോൾ നമുക്ക് എടുക്കാനും ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ഓർഗനൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മൽ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് കുട്ടികളുടെ സാധനങ്ങൾ കേട്ടോ. അവരുടെ മാല ഒരു ബോക്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ ചെറിയ കമ്മലുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എടുക്കാനും എളുപ്പമാണ്, നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്, നമുക്ക് ഇങ്ങനെ അടക്കി ഒതുക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ഒതുങ്ങിയിരിക്കുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു ഓർഗനൈസർ ആണത്. അതുപോലെ തന്നെ എൻ്റെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മറ്റൊരു ബോക്സിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. സ്റ്റോൺസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഓർണമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോൺസ് ഒന്നും പോവില്ല. അതുപോലെ തന്നെ കളറും മങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി കവറിലാക്കിയിട്ടാണ് ഓരോരോ സംഭവങ്ങളും മാറ്റി വെക്കാറ്. എന്തായാലും നമ്മുടെ ഓർണമെന്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന ആ ഒരു പരിപാടി കഴിഞ്ഞു. പിന്നെ കല്യാണിക്ക് ഗോൾഡിൻ്റെ കമ്മലിട്ട് കൊടുക്കുകയാണ്. കല്യാണം ആയതുകൊണ്ട് തന്നെ 2 പ്രാവശ്യവും ഫാൻസി കമ്മലൊക്കെയാണ് അവൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എന്തായാലും ഗോൾഡിൻ്റെ ചെറിയൊരു മുട്ട് കമ്മൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. ഇനിയാണ് മെയിൻ ആയിട്ടുള്ളൊരു പരിപാടി, ഡ്രസ്സ് വാഷ് ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ നല്ലതാണ് വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാമ്പൂ വാഷാണ് ചെയ്യുന്നത്. അലക്കല്ലിട്ടിട്ട് തിരുമ്പി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ആ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ പോവും. ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക വാഷ് ചെയ്യാനായിട്ട് പറ്റില്ല അലക്കല്ലിട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മളൊരു 10 മിനിറ്റ് ഷാമ്പൂവിൽ മുക്കി വെക്കും, നന്നായിട്ട് നനച്ച് വെക്കും. അതിനുശേഷം കൈകൊണ്ടാണ് വാഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചായം ഇളകുന്നതും ഇളകാത്തതൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം വൈറ്റ് കളറിലുള്ള തുണികൾ ആദ്യം തിരുമ്പിയെടുത്തതിന് ശേഷമാണ് പിന്നീട് കളർ തുണികളൊക്കെ തിരുമ്പുക കേട്ടോ. ഇനി തോരിടാന്നുള്ള പരിപാടിയാണ്. 2-3 പ്രാവശ്യം നല്ല രീതിയിൽ വെള്ളത്തിലൊക്കെ വാഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതുപോലെ തോരിടുന്നത്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയും നല്ല ഡ്രസ്സൊക്കെ വെയിലത്ത് തോരിടുന്ന സമയത്ത് മറച്ചിട്ടിട്ട് വേണം തോരിടാനായിട്ട്. അതായത് നല്ല ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ടും ലൈനിങ് ഒക്കെയുള്ള ഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് വേണം തോരിടാനായിട്ട്. അങ്ങനെ തോരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ ആ ഒരു ഡ്രസ്സിൻ്റെ കളറൊന്നും മങ്ങാണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും എനിക്കത് ഫോളോ ചെയ്യാനായിട്ട് പറ്റാറില്ല. എങ്കിലും ഞാൻ ചില സമയത്തൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പുതിയ നല്ല ഡ്രസ്സൊക്കെ കഴുകിയിടുന്ന സമയത്ത് കേട്ടോ. ഈ ഒരു സമയത്തും എൻ്റെ കൂടെ കല്യാണി ഉണ്ട്. അവൾ ചില കാര്യങ്ങൾക്കൊക്കെ വാശി പിടിച്ച് നിൽക്കുകയാണ്. വെള്ളത്തിൽ കളിക്കണം എന്നുള്ള വാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഡ്രസ്സ് തോരിടുന്ന സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലിപ്പൊക്കെ കുത്തി വെച്ചിട്ടാണ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്രസ്സ് കാറ്റത്തൊക്കെ പറന്നു പോയി കഴിഞ്ഞാൽ നമ്മളെടുത്ത പണി 16 വെള്ളത്തിലാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കുത്തിയിട്ടു. അതിനുശേഷം നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് കറ്റാർ വാഴ ചെടികളുണ്ട്. അപ്പോൾ ഞാൻ എന്നൊന്നും നനയ്ക്കാറില്ല, എങ്കിലും ഒരു 4 ദിവസം കൂടുമ്പോഴേ നനച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കറ്റാർ വാഴയ്ക്കൊക്കെ ഒന്ന് നനച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രസ്സ് കഴുകിയിട്ടാൽ പോരാ, അത് ഉണക്കിയെടുത്താൽ പോരാ, ഇതുപോലെ മടക്കി എല്ലാതും സെറ്റ് ചെയ്ത് വെക്കണം. ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ സെപ്പറേറ്റും നല്ല ഡ്രസ്സുകൾ സെപ്പറേറ്റും ഒക്കെ ആയിട്ട് അതാത് സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള ഒടുക്കത്തെ ഇൻസ്പിറേഷൻ തരുന്നത് കേട്ടോ. തുണികൾ മടക്കി വെക്കുന്ന സ്ഥലത്തും കല്യാണി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അവളുടെ ഹെൽപ്പ് അത്യാവശ്യമാണ് ചില സമയത്തൊക്കെ, എന്നാൽ ചില സമയത്തൊക്കെ അത് അനാവശ്യമായിട്ടും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇത്തവണ ടീഷർട്ട് എങ്ങനെയാണ് മടക്കുക എന്നുള്ളത് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. അപ്പോൾ അത് ഒരു സൈഡിൽ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ബാക്കി എല്ലാ തുണികളും മടക്കി വെച്ചു. ഇനി അതാത് സ്ഥലത്ത് അത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇതോടുകൂടി ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ കിടക്ക വിരിയൊക്കെ നന്നായിട്ട് കുടഞ്ഞ് വിരിക്കണം.
അതിനുശേഷം വേണം നമുക്ക് അകൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടാനായിട്ട്. കിടക്കവിരി എന്തായാലും ഞാൻ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു. അതിനുശേഷം ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ അത് എത്ര അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ടാലും അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിനേക്കാൾ 10 മടങ്ങായിട്ട് പേപ്പറുകളും അതുപോലെ തന്നെ അവരുടെ കളിസാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ റൂമും കാര്യങ്ങളൊക്കെ നിറയും. എന്തോരം ചെയ്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ കുറച്ച് നേരമൊക്കെ അടങ്ങിയിരിക്കെങ്കിലും പിന്നീട് അവരുടേതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അവർ ചെയ്തു തുടങ്ങും. അപ്പോൾ വീണ്ടും പഴയ പോലെ എങ്ങനെയാവും, വീണ്ടും നമ്മൾ അടിച്ചു വാരി തുടച്ച് ക്ലീൻ ചെയ്തിടും, വീണ്ടും അതേപോലെയൊക്കെ തന്നെയാവും കേട്ടോ. എങ്കിലും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. പലരും ചോദിക്കും എന്താണ് വീട്ടിൽ ഇത്രയധികം പണി ഇരിക്കണേന്നൊക്കെ. പക്ഷേ ഇതൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴാണ് വലിയൊരു പണിയാവുന്നത് കേട്ടോ. എന്തായാലും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ റൂമും ഈ ഒരു ഹാളൊക്കെ കാണുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷേ ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഇതിനേക്കാൾ 10 മടങ്ങായിട്ട് വീണ്ടും ഇതുപോലെ തന്നെ പല കാര്യങ്ങളും വരും. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വീണ്ടും വീണ്ടും നീറ്റാക്കിയിട്ട് ഇടണം. അതൊക്കെയാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇന്നെന്തായാലും ജോലിയില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടിക്കൊക്കെ ഞാൻ നിന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യാറുള്ളത്. അതും എല്ലാതും ഒരുമിച്ചൊന്നും ചെയ്യാറില്ല. ഒരു ദിവസം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം തുണികൾ മടക്കി വയ്ക്കും. പിന്നെ ഒരു ദിവസം നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് തുടച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും. അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. എന്തായാലും പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂമും ഹോളൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരണം. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് പിന്നീട് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ശാന്തമായിട്ടും സമാധാനമായിട്ടും കിടക്കാനായിട്ട് തോന്നും. ഒരു പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ടാവും കേട്ടോ. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബോഡി ക്രീം ഒക്കെ തേക്കുന്നുണ്ട്. ഇത് നിവ്യയുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ബോഡി ക്രീം. പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അതൊക്കെ പരട്ടി അതിനുശേഷം കുറച്ച് ലിപ് ബാം ഒക്കെ തേച്ചതിന് ശേഷം ഞാൻ ആ കട്ടിലൊന്ന് പോയിട്ട് സമാധാനമായിട്ട് കിടക്കും കേട്ടോ. ഇപ്പോഴാണ് മനസ്സിന് എന്താ പറയുക, എന്തെന്നില്ലാത്തൊരു സന്തോഷം അതുപോലെ തന്നെ ഒരു റിലാക്സേഷനൊക്കെ ഉണ്ടായത്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.